ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പം നല്ല അടിപൊളി മഴയും കാറ്റൊക്കെയാണ്. അപ്പോൾ പിള്ളേർക്ക് അവധി കൊടുത്തേക്കാണ്. അപ്പോൾ അവധി ദിവസം എങ്ങനെയുണ്ടെന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ ഷെയർ ചെയ്യാൻ പോയത്. നല്ല മഴയായതുകൊണ്ട് പുറത്തൊന്നും പോകണില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോയത്. അവധി ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ വീഡിയോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ നല്ല മഴയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രഷ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്ന് അപ്പോൾ ഞാൻ മോൻ കണ്ടില്ലേ കഴുകിയിട്ട് അത് ഉണങ്ങിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കുറച്ച് നനവ് വേണം. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ മോൻ ഉണക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി ഫോമിങ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി ഫേസ് വാഷായിട്ടത്. ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വൈറ്റമിൻ സി ആണ് കൂടുതൽ കണ്ടൻറ്റായിട്ട് വരുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഫേസ് വാഷ് ചെയ്യാൻ. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഫേസ് വാഷ് ചെയ്യാൻ. കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് നമ്മൾ അടുക്കളയിട്ട് വന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ സൺഡേ ബീഫും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ബീഫ് ബാലൻസ് ഉണ്ട്, പിന്നെ ബ്രെഡും ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലേക്ക് ബ്രെഡും ബീഫും ചായ ഉണ്ടാക്കാം, വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയായതുകൊണ്ടാന്ന് തോന്നണോ കുക്ക് ചെയ്യാനൊന്നും തോന്നാനില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ബീഫും ചായ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആക്കുന്നില്ല, കാരണം കൊച്ചി എഴുന്നേറ്റില്ല. അപ്പോൾ കൊച്ചി എഴുന്നേൽക്കും പിന്നെ ഇത് ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ അവളെ എഴുന്നേറ്റിട്ട് ഒരുമിച്ച് ബ്രെഡും ചൂടാക്കാം, ബീഫും ചൂടാക്കാം, ചായ ഉണ്ടാക്കാം. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണേന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് തുണി മടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും തുണിയാട്ടോ നമുക്ക് മടക്കാനുള്ളത്. മഴ ആയതുകൊണ്ട് ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാൻ്റെ അടിയിട്ട് ഉണക്കണം. യൂണിഫോമൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിഫോമിലൊക്കെ ഉണങ്ങിയില്ലെങ്കിൽ, അതുപോലത്തെ സോക്സും കാര്യങ്ങളൊക്കെ ഉണങ്ങിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഫാൻ്റെ അടിയിലിട്ട് ഉണക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി തുണിയൊക്കെ നമുക്ക് എവിടെയെങ്കിലും വിരിച്ചിടണം. മഴയുള്ളപ്പോൾ ഇതാണ് അവസ്ഥ, തുണികൾ ഉണങ്ങത്തില്ല കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വെയിലത്ത് കൊണ്ട് ഇട്ട് ഉണക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണങ്ങിയതൊക്കെ മാറ്റി, നനവ് ഇല്ലാത്തതൊക്കെ മാറ്റി, നനവുള്ളതൊക്കെ ഫാൻ്റെ അടിയിലിട്ടൊക്കെ വേണം ഉണക്കാനായിട്ടും. ഞാൻ ഉണ്ടപ്പിനെ കാണിച്ചു തന്നില്ലല്ലോ, ഉണ്ടപ്പിനെ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് എൻ്റെ ഉണ്ടപ്പി. സ്പിക്സാണ്. എടാ ചേച്ചിയുടെ എൻ്റെ ദൈവമേ മാറിക്കടാളെ, എടാ മാറടാ, ഇതേ റായ പിന്നെ നോക്കി ഇതവിടെ തൊപ്പിച്ച് നല്ല അടിയിട്ടു. ഇന്ത്യൻ സ്പിക്സ് ആട്ടോ. ഇവനെ ഞങ്ങൾക്ക് 18 ദിവസമുള്ളപ്പോൾ കിട്ടിയതാണ്. കുഞ്ഞു ആവയായിരുന്നു, അപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ ബിഗ് ഈ ഒക്ടോബർ വരുമ്പോൾ അവന് 1 വയസ്സാവും. വികൃതി ഉണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ വികൃതിയൊക്കെ ഉണ്ട്. വീട്ടിൽ വേറെ ആരും വരാനൊന്നും പാടില്ല.
ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരെങ്കിലും വന്നാൽ പിന്നെ പോണത് വരെ ഭയങ്കര കുറേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇഷ്ടമാണ്, കൊഞ്ചിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കെട്ടിയിട്ടേക്കാണ്. കാരണം അവിടേക്ക് വെള്ളമാണ്. സാധാരണ അവിടെ കെട്ടിയിടാറുള്ളത്. അവൻ്റെ കൂട് ഇതാട്ടോ. മഴ ആയതുകൊണ്ട് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആക്കിയേക്കാണ്. വീടിൻ്റെ അകത്ത് നമ്മൾ കയറ്റാറില്ല. കാരണം അവൻ്റെ പൂള് പൊഴിയണുണ്ട്. അപ്പം നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഇട്ടേക്കുന്നത്. വെള്ളവും ഫുഡൊക്കെ എടുത്ത് വെച്ചിരുന്നു. ടോയ്സാണ് അവൻ്റെ. ബോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ്. അല്ല ഉണ്ടോ ഇപ്പോൾ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്. കാരണം മഴയൊക്കെ ആയതുകൊണ്ടേ കുളിപ്പിക്കലും എന്താണ്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് 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 അല്ലേ പറഞ്ഞത്? ഇത് തല്ലണ എന്തിനാ? നല്ല ബാഡ് ബോയ് ആണ്, ബാഡ് ബോയ്. തല്ലണ വെച്ചാണിത്. കുരിശ് വരച്ചോ? കുരിശ് വരയ്ക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് അടയാളത്താലെ ഞങ്ങളുടെ സത്യത്തിന് രക്ഷിക്കാനായ പിതാവിൻ്റെ പുത്രൻ്റെ പരിശ്രമം. ഇങ്ങനെ സ്നേഹനിധിയായ കുട്ടിയാണിത്. ഞങ്ങൾ ഡാൻസ് വെച്ചും ഷേക്ക് ഹാൻഡ് ചെയ്ത് തരും, കടിക്കും, ഇടിക്കും. വേണ്ട അനു വന്നു, അനു 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 ഞാനല്ല അനു. ഇതേ ഉണ്ട് പിന്നെ വിളിച്ചടി. അതാരത്? ഒന്ന് നീ ഏതാടി? കണ്ടാ വാലാട്ടി കിടന്ന വാലാട്ടി. ഇടാ നീയോ? നീ എന്താ ഇവിടെ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് ചേച്ചിക്ക്. ഗുഡ് മോർണിംഗ് കൊടുക്ക്. വേണ്ട, രാവിലെ എഴുന്നേറ്റ് വന്ന സീനാണ് ഈ കാണുന്നത്. ഇനി കട്ടിയിൽ കൊട്ടിയിടണം. ആളോട് പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ കട്ടിയിൽ കൊട്ടിയിടണമെന്ന്. അപ്പം ഇതനുസരിച്ചിട്ടില്ല കേട്ടോ. റെഡി. നമ്മൾ ബ്രെഡ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡും ബണ്ണും. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ന്യൂസ് പറഞ്ഞാൽ കേൾക്കണം. ഒച്ചയായിട്ടാക്കണ്ട. സ്വന്തമായിട്ട് അവനവൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുകയാണ്. കണ്ടോ? നല്ല അടിപൊളിയായിട്ട് അനൂസിൻ്റെ ടീഷർട്ടിൻ്റെ ക്രോപ്പ് ടോപ്പ്. അനൂസിൻ്റെ ക്രോപ്പ് ടോപ്പ്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി ഇത് ചെയ്യാം. ഓക്കെ? ചൂടോടുകൂടി കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചായക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അനുവിനാണേ. ഇപ്പം നമ്മൾ അടുത്ത മഴ തുടങ്ങി. അപ്പോൾ ഒരു ബണ്ണുണ്ട്, 2 ബ്രെഡ്, ബീഫ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോ അതെ 11 മണിക്കാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നല്ലതേ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ആ ഫാനിന്ന് കൂട്ടിട്ടോ, കാരണം ചായക്ക് നല്ല ചൂടുണ്ട്. ചൂടുണ്ട്. അല്ലട ചായ ഇത്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മഴ ആയതുകൊണ്ടേ പുറത്തേക്ക് പോവാൻ അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ അല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു. എങ്ങോട്ടും പോകാനൊന്നും തോന്നണില്ല. അപ്പൊ എന്റെ ഉണ്ടാപ്പിക്ക് തണുക്കും. കണ്ട അതിന് തണുക്കണുണ്ടേ. നല്ല മഴയാണ്. അപ്പൊ ഞങ്ങൾ ഉടുപ്പിട്ട് കൊടുക്കാൻ പോണതിന്. അനുവിന്റെ പഴയൊരു ഉടുപ്പാട്ടോ, പഴയൊരു ക്രോപ്പ് ടോപ്പാണ്. എന്റെ ദൈവമേ, കൊച്ചിനെ ഉടുപ്പിടിപ്പിക്കാനാണ് പാട്.
അയ്യോ ഇത് കൈയായിരുന്നു. അല്ല തലയാ. തല കാണിച്ചു എവിടെ എവിടെ ഒരു തലി ഒരു തലി. ഞങ്ങൾ ഉടുപ്പിട്ട് കൊടുക്കും, തണുപ്പായതുകൊണ്ട് നല്ലതായിട്ട് കാറ്റടിക്കും ഇവിടെ. വേറെ വഴിയില്ല, അകത്തോട്ട് കയറ്റാനും പറ്റത്തില്ല. ഇതാണ് ഞങ്ങള് തണുപ്പത്തിരുന്ന ഡ്രസ്സ്. ഞാനതിട്ട് അവിടെ കിടന്ന് അത് ഊരി കളഞ്ഞോളൂ. ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതാണ് അതിൻ്റെ പണ്ടത്തെ ഡ്രസ്സാട്ടോ. അതിട്ടിട്ട് അത് ക്യൂട്ടിപ്പൈ ആക്കും ഞങ്ങൾ. ഇനി അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ അവൻ. ടാറ്റാ ടാറ്റാ. അത് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും എന്നെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ യൂട്യൂബൊക്കെ കണ്ടിട്ട് ചാവടിക്കാൻ പോകണം. ടാറ്റ കൊടുത്തു. ഞാൻ ചട്ടം പീസ് കൊണ്ട് കാണിക്കാം. അപ്പോഴാണ് ഞാൻ ഒരു സൂത്രം കണ്ടത്. നോക്ക്, അവനെ ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞു. ഈ ഉടുപ്പ് അവിടെ ഇരിക്കണു ഗൈസ്. എന്തുവാടേ, കഷ്ടപ്പെട്ട് കയറ്റിയതല്ലേ. ഇപ്പം തണക്കണം. എന്നിട്ട് ഇവിടെ പായ പിടിച്ചെടുക്കാം അവന് തണക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആ തൈരിൽ തന്നെ അവന് പോയിരിക്കണം. മഴ വരട്ടെ, അപ്പം നീ കിടന്ന് കൊരക്കൂല്ലേ. ഉച്ചത്തേക്കുള്ള ചോറ് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് ഓൾറെഡി നമുക്ക് ഇന്നലെ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചായിരുന്നു. ഇത് കുറച്ച് റൈസാണ്, കുറച്ച് റൈസ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ കഴിച്ച് അതങ്ങ് തിരുന്നു ഉച്ചത്തേക്ക്. പിന്നെ നമ്മൾ പപ്പടം ഇരിക്കുന്നുണ്ട്, വറക്കണം ആ സമയത്ത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട്. പിന്നെ നമുക്ക് വറക്കാൻ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട് പയറേറിയുണ്ട്. അത്രേ ഉള്ളൂ ലഞ്ച്. നമ്മുടെ ബീഫ് കുറച്ച് ബാക്കിയുണ്ട്, അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ കുടിക്കാനുള്ള വെള്ളം തീർന്നിരിക്കും. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഇൻഡക്ഷൻ കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര വെള്ളം മതി. അവിടെ വെള്ളം കൂടി കുറവാണ് നമുക്ക്, മഴ ചെയ്തുകൊണ്ട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള ഏകദേശമുണ്ട്. ചോറുണ്ട് നമുക്ക്, അതുപോലെ തന്നെ പയർ ഉരുട്ടിയതും പിന്നെ ചിക്കൻ വറുത്തതും പപ്പടവും കൂടെ വെച്ചു. ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലക്കാനായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറണം. സാധാരണ നമ്മൾ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ തോർത്തും ബെഡ്ഷീറ്റും ഒക്കെ മാറണത്, അലക്കാനിടുന്നത്. പക്ഷെ നമുക്ക് മഴ ആയതുകൊണ്ട് ഇതൊന്നും ഉണങ്ങി കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെയിൻറ്റിങ് ആക്കി ഇട്ടേക്കുകയായിരുന്നു. പക്ഷേ ഇത് മാറേണ്ട സമയമായി, കാരണം മുഷിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് പുതിയത് വിരിക്കണം. ഉണങ്ങാതിരിക്കുക ചെയ്യട്ടെ, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അലക്കാനുണ്ട്. അപ്പോൾ അലക്കാൻ കൊണ്ടുവരണം കേട്ടോ, മെഷീനിൽ കൊണ്ടുവരണം. ഇതൊക്കെ എപ്പോൾ ഉണങ്ങി വരുമെന്ന് ദൈവത്തിനറിയാം. ഫൈനലി നല്ല അടിപൊളി പിക്ക് കേട്ടോ. തട്ടിക്കുട്ടി അനുസ ചെയ്ത പെയിന്റിംഗ് ആണ്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. വാഷിംഗ് മെഷീൻ നമ്മൾ കാണാൻ കേട്ടോ. നമുക്കിതേ തുണിയുണ്ട്, തുണിയിട്ട് ഇടണം. നമുക്ക് ഡ്രൈനസ് വാങ്ങാനായിട്ടുള്ള ക്രീമിൻ്റെ കാലിൽ മുടിയുണ്ട്. ഇത് വാങ്ങാനെടുക്കും. പക്ഷെ ഞാൻ ഇത് തേക്കത്തില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മ തേക്കും, ഇങ്ങനെ തേപ്പിക്കും. അമ്മ തേക്കല്ല, തേപ്പിക്കും.
അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ട്, കുറച്ച് റൈസ് ഉണ്ട്, അച്ചാറുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ പയറ് കറി, പിന്നെ ചിക്കൻ വറുത്തത്, മോരുണ്ട് കേട്ടോ. ഈ മോര് നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ആവശ്യത്തിനെടുത്ത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പുളിയുള്ള നല്ല അടിപൊളി മോരാണ്. അപ്പോൾ ഈ മോരെടുത്ത് കുറച്ച് നമ്മുടെ റൈസിലിട്ടിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മോര് ചോറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ പയറും അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ കുറച്ച് കഷ്ണം കൂടെ എടുക്കാം. അതും നമ്മുടെ അച്ചാറും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നത്. പിന്നെ റൈസും സൈഡിൽ വെച്ചത് ആകെ ഇച്ചിരിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, അതും കൂടെ യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അതിൻ്റെ കൂടെ മിക്സ് ഒന്നും ചെയ്യണം കേട്ടോ. ജസ്റ്റ് നമുക്ക് ചോറുണ്ടിട്ട് ബാക്കി അത് കൊണ്ട് ഫിനിഷ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂട്ടി നന്നായിട്ട് കുഴച്ച് ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. കുറേ ഉണ്ട് ഇത് കണ്ടോ. ഞാൻ ഡോലിങ്ക് കേട്ടിട്ട് ഡോലിങ്ക് വന്നില്ലേ? ദേ 2 ഗെയിം കയറി. ശരിയല്ല, ഞാൻ ചുമ്മാ ട്രൈ ചെയ്തതാ. ഇനി എനിക്ക് എല്ലാ ഗെയിമും എനിക്ക് കിട്ടാം. പക്ഷെ അമ്മ ടാബ് കാണാൻ ശ്രമിക്കില്ല, അതാണ് കുഴപ്പം. ആഴ്ച ഒരിക്കല് കുഴപ്പമില്ലല്ലോ. ഇന്ന് ആഴ്ച ആയിട്ടില്ല, സൺഡേ മാത്രമേ വരത്തുള്ളൂ. പ്ലീസ് ഞാൻ കേട്ടിട്ട് ടാബിൽ കാണണേ. ഡോലിങ്കോല് കൊറിയൻ പഠിക്കാൻ പോണേ ഫസ്റ്റ് ഡേ. ഇതെന്തത് ഈ വേർഡ്? അയ്യോ ഇതിനകത്ത് സൗണ്ട് ഇല്ലേ? ബെസ്റ്റ് കുറച്ചിട്ടേക്കണേ. സൗണ്ടില്ല, സൗണ്ടൊക്കെ കൂടുതലാണ്. എല്ലാ സൗണ്ടും കൂടെ സൈലന്റ് ബ്ലൂടൂത്ത് ഉണ്ടാ? എവിടെയാ? ഏത് ബ്ലൂടൂത്ത് അയക്കണേ? അതെനിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാന്നേ. വാ ഫോട്ടോ എടുക്കാം. ഞാൻ ടാബ് കാണാം. നീ എവിടെ? നീ ഫോട്ടോ എടുക്കട്ടെ. നീ വരണ്ട. ഇതെന്തുകൊണ്ട് നാണക്കാരനാണ് നീ? ഈ നാണ. അപ്പോൾ വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്ത് പോണെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഒന്ന് വരിക്കട്ടി ജസ്റ്റ് നമ്മളൊന്ന് അടുത്ത് നമുക്ക് ബേക്കറി ഉണ്ട്. അപ്പോൾ ബേക്കറിയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും മേടിക്കണം. അതേപോലെ തന്നെ അനൂസിന് A4 പേപ്പർ തീർന്നിരിക്കും. നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നാളെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ A4 ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോകട്ടോ. എന്തിനാണ് നീ ഇച്ചിരി ഒറ്റപ്പാടുണ്ടാക്കിയത്? ആരെവിടാ? ഹലോ എന്നോട് ഇതുപോലെ നോടിരുന്നോട്ടെ. നമ്മൾ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചോളാം. നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ. അപ്പം ആദ്യം നമ്മൾ പാല് മേടിച്ചിട്ടുണ്ട്. പാലിന് പ്രത്യേകത എന്തായാലും നാടൻപാല്. അതുപോലെ അതിനൊരു മിൽമ പാല് കൊടുക്കരുത്. അതുകൊണ്ട് നാടൻ പാൽ. അല്ലെങ്കിൽ കവറ് കയറിപ്പോ. അതല്ല തണുപ്പാണ്. പിന്നെ അനൂസിന്റെ ഫേവറേറ്റ് നല്ല
ഫ്ലേവർ ഏതാത്? സ്വീറ്റ് ചില്ലി, തായ് സ്വീറ്റ് ചില്ലിയുടെ ഫ്ലേവറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ചുപ്പാ ചൂസ്. താഴ്ചയിൽ ഞാൻ കഴിച്ചിട്ടുള്ളത് പകുതി അമ്മടുത്ത്. ഇത് ഒരു ജെല്ലിയാണ് ഗൈസ്. ഇത് മേടിച്ചിട്ടുണ്ട്. ബണ്ണ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ബണ്ണ് 4 ബണ്ണ് പാക്കറ്റ് ചെയ്തിരുന്നു, അത് മേടിച്ചിട്ടുണ്ട്. ഇതെന്തുവാ? പപ്സ്. ഇത് പപ്സാണ് ഗൈസ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും റെഡ് വെൽവെറ്റിൻ്റെയും കേക്കാണ്. അത് നമുക്ക് സ്നാക്സിന് പൊട്ടിക്കാം. ഇനി എൻ്റെ ഫേവറേറ്റ് ചോക്കോപ്പൈ. പക്ഷെ ഇതല്ല ഞാൻ കഴിക്കാറ്. ഞാൻ ഒരു ഒറിജിനൽ, ഇത് ചോക്ലേറ്റിൻ്റെ ആണ് ഞാൻ കഴിക്കാറ്. ഇത് ഓറഞ്ച്, ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് മുമ്പ്. ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് പോകുന്നില്ല. അപ്പം ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നതാണ്. അമ്മേ പൊട്ടിക്കട്ടെ. എന്തുവാണിത്? ഹായ്, ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് മരുന്നിൻ്റെ ടേസ്റ്റ് മണമാണ്. കണ്ടോ, നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. നോക്ക്, മരുന്നിൻ്റെ മണം. ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത മരുന്നത്. ആ ചുമടാമോ ഒരു സ്കൂളിൽ കൊണ്ടിട്ട് അവരെല്ലാം കൂടി എന്നെ കഴിപ്പിച്ചില്ലേ അവസാനം. നോക്കുമ്പോ ചോക്ലേറ്റിന്റെ ഇത് തന്നെയാണ് ഡിസൈൻ. ഇത് ഇതിന്റെ അല്ല, ചുമയുടെ മരുന്നിന്റെ ഫ്ലേവർ വരുന്നത് ഓറഞ്ചിന്റെ ഒക്കെ ഇതില്ലേ, അതായിരുന്നു. ഞാൻ കളർ കാണിച്ചു കൊടുക്ക്. ഇഷ്ടപ്പെട്ടു. ഓറഞ്ചിന്റെ ഫ്ലേവർ, ഓറഞ്ചും ചോക്ലേറ്റും കൂടെ അല്ലേ? അത് ഒറിജിനൽ നല്ലത്. 10 രൂപ കേട്ടോ ഇതിന്, ഒരു ചെറിയ ഇതിന്. ബോക്സ് കിട്ടും അല്ലേ? ബോക്സ് എനിക്ക് കുറെ ഉണ്ടാവും അല്ലേ? പക്ഷെ ഒറിജിനൽ നല്ലത്. ഒറിജിനൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറിജിനലാ? ചോക്ലേറ്റാ? ഒറിജിനൽ അത് പല ഫ്ലേവറിലുണ്ട്. സ്ട്രോബെറിയുടെ ഉണ്ട്, വാനിലയുടെ ഉണ്ട്. ഉണ്ട് വാനില ഫ്ലേവറിന്റെ ഉണ്ട്, അങ്ങനെ പല ഫ്ലേവറിന്റെ ഉണ്ട്. ഉണ്ടടാ, ഞാൻ കഞ്ഞി കിട്ടുമ്പോ കാണിച്ചു. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്തല്ല, ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സമയം 4:45 ആവാൻ വേണ്ടി പോവുകയാണ്. എങ്കിൽ നമുക്ക് ചായ കുടിക്കണം. ചായയോടൊപ്പം തന്നെ ഇവിടെ പപ്സ് മേടിച്ചിട്ടുണ്ട്, എഗ് പപ്സ്. അപ്പോൾ അതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അനൂസിന് കുറേ ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ അവൾ കുറേ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അസൈൻമെൻറ്റ്സിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറേ എഴുതാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ എഴുതാൻ തുടങ്ങിയാലാണ് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ തീരത്തുള്ളൂ. അപ്പോൾ അവൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പം മഴ നല്ല രീതിയിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഹെവി റെയിനാണ് പുറത്ത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വിരിച്ചിടണം. പുറത്ത് നല്ല മഴയാട്ടോ, ഹെവി റെയിനാണ്. അപ്പോൾ നമുക്കതൊക്കെ വിരിച്ചിടാം. അപ്പോൾ നമ്മൾ എല്ലാം വിരിച്ചൊക്കെ ഇട്ടിട്ടാ, ഫുൾ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണാപ്പീനെ ഇപ്പോൾ അനൂസ് ഓൾറെഡി കൂട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അനൂസ് ഉണ്ണാപ്പീനെ ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ണാപ്പി കിടന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണാപ്പീനെ ഒന്ന് കണ്ടിട്ട് വരാം.
എന്തിനാണ്? അവിടെയാണ് കൂടിട്ടോ. കൂട്ടിലോട്ട് ഓൾറെഡി അന്വേഷിച്ച് ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് നനക്കാതിരിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവളത് സെറ്റ് ചെയ്ത് ഉണ്ട്. അപ്പോൾ ഈ അവൻ കിടന്ന സ്ഥലത്തേക്കേ നമുക്കൊന്ന് തുടച്ചിടണം, എന്നാലേ നാളെ അവനെ കയറ്റാൻ പറ്റുള്ളൂ. കൂട്ടി കയറ്റണ എനിക്ക് ഇഷ്ടമല്ല, അറിയാൻ പോലെ ചേച്ചി. നമുക്ക് കൂട്ടിക്കിടക്കണ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിവിടേക്ക് ക്ലീൻ ആക്കണം, എന്നിട്ട് വേണം അവനെ നാളെ നമുക്ക് ഇറക്കാനായിട്ട്. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകണം. പിന്നെ കുളിക്കണം, അടിച്ചു വരണം, അങ്ങനത്തെ കുറച്ച് കലാപരിപാടീസ്. ഒന്നും അടിച്ചടി. ഇത് തുണിയൊക്കെ മാറ്റിയിട്ട് ആദ്യം ഒന്ന് അടിച്ചു വരണം, എന്നിട്ട് നമുക്ക് തുടക്കണം. ഫ്ലോറിലൊക്കെ അഴുക്കുണ്ട്, അതൊന്ന് അടിച്ചു വരണം. അടിച്ചു വരിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട്. പനൂസ് അടിച്ചു വരണുണ്ട്, എന്നിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ച് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. മോപ്പൊന്നും വെച്ചൊന്നും തുടയ്ക്കൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ കൈ വെച്ച് കാല് വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുകയുള്ളൂ. ഇതിനി ഉണങ്ങി കഴിയുമ്പോഴേക്കും പിന്നിപ്പോൾ നാളെയാണ് അവന് ഇറക്കുള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. നമുക്ക് രാവിലെ അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് തുണിയൊക്കെ അവിടെ ഇടിച്ചിട്ടുണ്ട്, ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വരണം. വീടിൻ്റെ അകത്ത് അടിച്ചു വരണം, കുളിക്കാനുള്ള വെള്ളം വെക്കണം, കുളിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് ചോറ് ഇരിക്കുന്നുണ്ട്. ചോറുണ്ടോ? ഇനിയുണ്ട് ചോറ്, അതുകൊണ്ട് വേറെ വെക്കണ്ട. ചോറുണ്ട്. പിന്നെ കറിയാണെങ്കിലും ഇത് അമ്മ ഉണ്ടാക്കിയ കറി കേട്ടോ, ഒരു അച്ചാറാണ്. പക്ഷേ ഞാൻ ഈ അച്ചാർ എനിക്ക് ഇഷ്ടമല്ല. ആകെ ചിക്കൻ വറുക്കാനിരിക്കുന്നുണ്ട്. ചിക്കൻ ഉച്ചക്കെടുത്തൊക്കെ തീർന്ന്. ഇത് മീൻ വറുത്തതാണ് കേട്ടോ. മീൻ വറുത്തത് ഇവിടെ അത്ര താല്പര്യമില്ല, അപ്പം ചിക്കൻ വറുക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ വറുക്കാം, പപ്പടം ഉച്ചയ്ക്ക് വറുക്കാമെന്ന് പറഞ്ഞിട്ട് വറുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ കഞ്ഞി ആക്കാമെന്ന് ഓർത്ത്. മഴയല്ലേ, അപ്പം കഞ്ഞി ആക്കുവാണെങ്കിൽ പപ്പടവും അച്ചാറും ഉണ്ട്, അങ്ങനെ ചിക്കനും വറുക്കാം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. മഴയാകുമ്പോഴേക്കും മഴയായതുകൊണ്ട് നമുക്ക് കഞ്ഞി ആക്കാം. അപ്പോൾ ചൂട് കഞ്ഞിയും അച്ചാറും ചിക്കൻ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ പപ്പടം എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പയറിൻ്റെ ബാലൻസ് ഉണ്ട്, പയറ് കൊടുക്കാം. പിന്നെ അതെ ബീഫിൻ്റെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പം എന്തായാലും അത് കഞ്ഞിയാക്കിയാൽ മതിയാ. അപ്പോൾ കഞ്ഞിയാക്കാം വൈകുന്നേരം. അപ്പം പിന്നെ കുഴപ്പമില്ല. നല്ല ചൂട് കഞ്ഞി ഇതും കൂടെ കുടിക്കാൻ നോക്കാം വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരത്തെ കാര്യം ഏകദേശം സെറ്റായി. ഇനി നമുക്ക് അടിച്ച് വരാനുണ്ട്, കുളിക്കാനുള്ള വെള്ളം വെക്കണം. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെള്ളം വെക്കാം. എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് ആൻറ്റി പായസം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സേമിയ പായസം കണ്ടോ. ഇന്ന് കസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൻറ്റി സേമിയ പായസം കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ആൻറ്റി ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് പാവം. അപ്പോൾ നമുക്കത് കുടിക്കാം. ന്യൂസിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രിപ്പിലാട്ടോ എനിക്ക് കുളിക്കാനുള്ള വെള്ളം വയ്ക്കാൻ. ഭയങ്കര തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതുണ്ട്, ചൂട് പായസമാക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് സേമിയ കേട്ടോ. സേമിയ ഇഷ്ടം, പാലട ഇഷ്ടം, കുറച്ചും കൂടി ഇഷ്ടം സേമിയ കേട്ടോ. സേമിയ പായസത്തിൻ്റെ ആളാണ്. ശർക്കര പായസത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ അതിൽ
എനിക്ക് ഗോതമ്പ് പായസം ഇഷ്ടം. പക്ഷേ ഏറ്റവും ഫേവറേറ്റ് സേമിയ. ഇവിടെ എല്ലാവർക്കും സേമിയ ഇഷ്ടം. പപ്പക്കാണെങ്കിലും എല്ലാവർക്കും സേമിയ പായസത്തിനാണ്. അപ്പോൾ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഞ്ഞി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചൂട് കഞ്ഞിയാണ്. ചൂട് കഞ്ഞിയും അതിൻ്റെ ഒപ്പം തന്നെ അച്ചാറുണ്ട്. പിന്നെ നമ്മൾ രാവിലത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, നമ്മുടെ പയറും അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മോര് കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ മോര് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പപ്പടം വറുത്തായിരുന്നു കേട്ടോ, അപ്പോൾ പപ്പടം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെല്ലിനെ അടിച്ചു കൊടുക്കുക. ബൈ.